മഞ്ഞുമ്മൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെ ഇ.ഡി. അന്വേഷണം. നിർമ്മാതാവ് ഷോൺ ആൻ്റണിയെ ഇ.ഡി. ചോദ്യം ചെയ്തു. നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിറിനെയും ചോദ്യം ചെയ്യും. കള്ളപ്പണ ഇടപാടുകളിലാണ് അന്വേഷണം. ജനം ബ്രേക്കിംഗ് വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, മലയാള ചലച്ചിത്ര മേഖലയിൽ കള്ളപ്പണ ഇടപാട് ഉണ്ട് എന്ന വാർത്ത ആദ്യം വിട്ടത് ജനം TV ആണ്. ഇപ്പോൾ അത് ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. ഈ മഞ്ഞുമ്മൽ ബോയ്സ് നിർമ്മാതാക്കൾ അവർ നേരത്തെ ഈ സിനിമയിൽ നിക്ഷേപിച്ച ഒരാളെ പറ്റിച്ചു എന്നതിൻ്റെ പേരിൽ കേസ് നിലനിൽക്കുന്നുണ്ട് കോടതിയിൽ. ഇപ്പോഴിതാ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം വന്നിരിക്കുന്നു. നിർമ്മാതാവ് ഷോൺ ആൻ്റണിയെ ഇ.ഡി. ചോദ്യം ചെയ്തു. നടനും സഹനിർമ്മാതാവുമായ സൗബിൻ ഷാഹിറിനെയും ചോദ്യം ചെയ്യുമെന്ന വാർത്തയും പുറത്ത് വരുന്നു. വളരെ നിർണായകമായിട്ടുള്ളൊരു നീക്കം ഇ.ഡിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. കള്ളപ്പണ ഇടപാട് മലയാള സിനിമയിൽ എത്രത്തോളം ഗൗരവത്തോടെ ഈ വാർത്തയെ കാണുന്നു ജിജീഷ്? നമ്പ്യാർ പറഞ്ഞതുപോലെ തന്നെ സിനിമാ മേഖലയിലെ കള്ളപ്പണ ഇടപാടുകൾ എത്രമാത്രമാണ്, കള്ളപ്പണത്തിന്റെ സ്വാധീനം എങ്ങനെയാണ്, കള്ളപ്പണ ഇടപാടുകൾ നടക്കുന്നത്, കള്ളപ്പണം വെളുപ്പിക്കുന്നത്, ഇതിനുവേണ്ടി വലിയ ഒരു ലോബി തന്നെ കൃത്യമായി പ്രവർത്തിക്കുന്നു. ഇതിന്റെ എല്ലാം വിവരങ്ങൾ ഏറ്റവും ആദ്യം ജനം TV പുറത്തുവിട്ടിരുന്നു. വിവിധ ഘട്ടങ്ങളിലായി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ നൽകുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ മഞ്ഞുമ്മൽ ബോയ്സുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ.ഡി. ഈ കേസിൽ കൂടി അന്വേഷണം നടത്തുന്നു എന്ന ഏറ്റവും പ്രധാനമായ വിവരം കൂടി പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് മഞ്ഞുമ്മൽ ബോയ്സിന്റെ കള്ളപ്പണ ഇടപാടുകൾ നടന്നു എന്ന പരാതിയിൽ ആണ് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരിക്കുന്നത്. നിലവിൽ ഇതിന്റെ നിർമ്മാതാവിന്റെ ചോദ്യം ചെയ്യലാണ് പൂർത്തിയായിരിക്കുന്നത്. ഒപ്പം തന്നെ സഹ നിർമ്മാതാക്കളുടെ അടക്കമുള്ള ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം കടക്കുമെന്നാണ് ഇ.ഡി. വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസമാണ് വിശദമായ ചോദ്യം ചെയ്യലുകളെല്ലാം തന്നെ നടന്നിട്ടുള്ളത്. ആദ്യം നിർമ്മാതാവ് ഷോൺ ആന്റണിയെയാണ് ചോദ്യം ചെയ്തത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഹാജരാകാനുള്ള ഒരു നോട്ടീസ് സൗബിൻ ഷാഹിറിന് നൽകിയിരുന്നു. അതിന് പിന്നാലെ ഒരിക്കൽ കൂടി വിശദമായ ചോദ്യം ചെയ്യലിന് വേണ്ടി എത്താനാണ് സൗബിൻ ഷാഹിറിനോട് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയാണ്, എവിടെ നിന്നെല്ലാമാണ് ഇത് ഈ സിനിമയ്ക്ക് വേണ്ട പണം എത്തിയത് എന്ന കാര്യമാണ് പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത്. അത് കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും പണം ഇവിടെ ഇതിൽ സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആരെല്ലാം നിക്ഷേപിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിലും വിശദമായ ഒരു അന്വേഷണം തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് നിലവിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഉള്ള കേസെന്ന് പറയുന്നത്, ഇതിൽ പണം മുടക്കിയ സിറാജ് എന്നയാൾക്ക് ലാഭവിഹിതം നൽകാതെ നിർമ്മാതാക്കൾ വഞ്ചിച്ചു എന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് എറണാകുളം മരട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വഞ്ചനയും ഗൂഢാലോചനയും അടക്കമുള്ള കുറ്റങ്ങളാണ് അതിൽ നിർമ്മാതാക്കൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. സൗബിൻ ഷാഹിർ അടക്കം, നിർമ്മാതാവ് നടനുമായ സൗബിൻ ഷാഹിർ അടക്കമുള്ള ആളുകളാണ് ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. ഇവർക്കെതിരെ അന്വേഷണം നടക്കുന്ന അതേ ഘട്ടത്തിലാണ്. അതായത് 7 കോടി രൂപ ഈ നിർമ്മാതാവിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നു. അത് സിനിമയുടെ തുടക്കത്തിലാണ്, 2022 ആ സമയത്ത് സിനിമയുടെ ചിത്രീകരണ ഘട്ടത്തിൽ ഒന്നും കടക്കാത്ത സമയത്താണ് ഈ പണം വാങ്ങുന്നത്. അതിന്റെ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായി എന്നായിരുന്നു ഈ നിർമ്മാതാവിനെ വിശ്വസിപ്പിച്ചിരുന്നത്. മാത്രമല്ല 40% ലാഭവിഹിതം നൽകാമെന്ന വലിയ വാഗ്ദാനവും ഈ നിർമ്മാതാക്കൾ നൽകുകയും ചെയ്തു. അതിനുശേഷം സിനിമ വലിയ വിജയമായി 250 കോടിയോളം രൂപ ബോക്സ് ഓഫീസിൽ സിനിമ നേടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. എന്നാൽ ഈ 250 കോടി രൂപ നേടിയിട്ട് പോലും അതിൽ തുച്ഛമായ തുക പോലും ഈ നിർമ്മാതാവിന്, അല്ലെങ്കിൽ മുടക്ക് മുതൽ പോലും തിരികെ നൽകാൻ ഉള്ള നീക്കമുണ്ടായിരുന്നില്ല. അങ്ങനെ 7 കോടി രൂപ മുടക്കിയാൾക്ക് 1 രൂപ പോലും ലഭിച്ചില്ല. ഈ നിർമ്മാതാവ് പറയുന്നത് തനിക്ക് 40 കോടിയോളം രൂപ ലഭിക്കാനുള്ള അർഹതയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് താൻ നൽകിയ പണത്തിന്റെ കണക്കനുസരിച്ച്. എന്നാൽ ആ 7 കോടി രൂപ പോലും തിരികെ നൽകാതെ വഞ്ചിക്കുകയായിരുന്നു ഈ നിർമ്മാതാക്കൾ ചെയ്തത് എന്ന കാര്യമായിരുന്നു പരാതിയായി ഉന്നയിച്ചിരുന്നത്. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇക്കാര്യം വ്യക്തമായി. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട്, അതായത് നിർമ്മാതാക്കൾ വിശ്വാസവഞ്ചന നടത്തിയിട്ടുണ്ട്, ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന് അന്വേഷണത്തിൽ വ്യക്തമായി എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇതിനിടയിലാണ് മഞ്ഞുമ്മൽ ബോയ്സിന്റെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിലേക്ക് കൂടി ഇപ്പോൾ കടന്നിരിക്കുന്നത്. പ്രധാനമായും ഇ.ഡി. പരിശോധിക്കുന്നത് കള്ളപ്പണം. ജിജീഷ്, ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പരാതി നൽകിയിരുന്നോ? അതിന്റെ അടിസ്ഥാനത്തിലാണോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം, അതോ നിലവിലുള്ള ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ, സിറാജിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ അന്വേഷണം നടത്തിയതാണോ? ഈ നിർമ്മാതാവ് ഷോൺ ആൻ്റണിയുടെയോ സൗബിൻ ഷാഹിറിൻ്റെയോ പ്രതികരണം ലഭിച്ചിട്ടുണ്ടോ?
അനിൽ നമ്പ്യാർ, നിലവിൽ ഇവരുടെ പ്രതികരണങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ ലഭിച്ചിട്ടില്ല. എന്നാൽ അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത് കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കേണ്ടതുണ്ട്. കാരണം നേരത്തെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സിനിമാ മേഖലയിലെ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു, പ്രാഥമിക അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ ഒരു കേസിൽ കൂടി മഞ്ഞുമ്മൽ ബോയ്സുമായി ബന്ധപ്പെട്ട് കൂടി അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത് എന്ന കാര്യമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം വിവിധ ഘട്ടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ലഭിച്ചിരുന്നു. സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാടുകൾ വ്യാപകമായി നടക്കുന്നുണ്ട്. അതിൽ പണം നിക്ഷേപിച്ച നിരവധി ആളുകളുടെ പേരുകൾ സഹിതമായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പരാതികൾ ലഭിച്ചിരുന്നത്. അതിനെല്ലാം പ്രാഥമിക അന്വേഷണം നടക്കുന്ന അതേ ഘട്ടത്തിലാണ് ഈ 250 കോടിയോളം രൂപ ലാഭം നേടുന്ന സിനിമ വലിയ തോതിൽ വിജയമാകുന്നു, തിയേറ്ററുകളിൽ നിറഞ്ഞോടുന്നു. അതിനുശേഷം ഇത് OTT പ്ലാറ്റ്ഫോമിലേക്ക് വിറ്റത് വഴിയും വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നു. അങ്ങനെ കോടികളുടെ സാമ്പത്തിക നേട്ടത്തിലേക്ക് സിനിമ കൊണ്ടുപോകുന്നു. എന്നാൽ ആ ഒരു ഘട്ടത്തിൽ പോലും ഈ പണം മുടക്കിയ നിർമ്മാതാവിന് 1 രൂപ പോലും നൽകാൻ തയ്യാറാവുന്നില്ല. അവിടെ പറയുന്നത് കൃത്യസമയത്ത് നിർമ്മാതാവ് പണം നൽകിയിരുന്നില്ല, അല്ലെങ്കിൽ ഇതിന്റെ പണം 7 കോടി നൽകാമെന്ന് പറഞ്ഞാൽ സിനിമയുടെ ചിത്രീകരണ ഘട്ടത്തിൽ ഒന്നും പണം നൽകിയിരുന്നില്ല. അതുകൊണ്ട് തങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ലാഭവിഹിതം ഇത്തരത്തിൽ നൽകേണ്ട കാര്യമില്ല, ഈ സിറാജിന് നൽകേണ്ട കാര്യമില്ല എന്ന ഒരു മറുപടിയായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ പോലീസ് തന്നെ അന്വേഷണത്തിന് ശേഷം വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് പ്രതികൾ ആസൂത്രിതമായാണ് ഈ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, ഒപ്പം തന്നെ വിശ്വാസവഞ്ചനയും പ്രതികൾ നടത്തിയിട്ടുണ്ട്. കാരണം ലാഭവിഹിതം 40% നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പിന്മാറുമ്പോൾ അത്തരത്തിൽ വിശ്വാസവഞ്ചന തന്നെയാണ് നടത്തിയത് എന്ന കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമാ മേഖലകളുമായി ബന്ധപ്പെട്ട മുഴുവൻ സാമ്പത്തിക ഇടപാടുകൾ, കള്ളപ്പണ ഇടപാടുകൾ എന്നിവയിലെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് മഞ്ഞുമ്മൽ ബോയ്സിന്റെ കേസുമായി ബന്ധപ്പെട്ട് കൂടി അന്വേഷണം ഇപ്പോൾ പോലീസ് കേസിന്റെ അടിസ്ഥാനത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. അനിൽ നമ്പ്യാർ, നന്ദി ജിജീഷ്. മലയാള ചലച്ചിത്ര മേഖലയിൽ കള്ളപ്പണ ഇടപാട് എന്ന ജനം TV വാർത്ത ശരിവെച്ചുകൊണ്ട് മഞ്ഞുമ്മൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നിർമ്മാതാവ് ഷോൺ ആന്റണിയെ ED ചോദ്യം ചെയ്തു. നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിറിനെയും ചോദ്യം ചെയ്യും. കള്ളപ്പണ ഇടപാടുകളിലാണ് ഈ അന്വേഷണം. ജനം ബ്രേക്കിംഗ്. ജിജീഷ് കരുണാകരനാണ് ഈ വാർത്താ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.